സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്ലോകം 48. സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാഃ ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാം. നമ്മൾ പഠിച്ചു, നമ്മളുടെ ധർമ്മം അത് തെറ്റായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെങ്കിലും നമ്മളുടെ സ്വന്തം ധർമ്മം നമ്മൾ നിർവഹിക്കണം. പക്ഷെ അന്യന്റെ ധർമ്മം അത് ശരിയായ രീതിയിലായാലും നിർവഹിക്കാൻ ശ്രമിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ശ്ലോകത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഹേ കുന്തിപുത്ര, നമ്മളുടെ സഹജമായിട്ടുള്ള കർമ്മം ദോഷയുക്തമാണെങ്കിലും ത്യജിക്കരുത്. തീർച്ചയായും എല്ലാ ആരംഭ കർമ്മങ്ങളും അഗ്നി എന്ന പോലെ ദോഷത്താൽ ആവൃതങ്ങളാകും. വിവർത്തനം. ഹേ കൗന്ദേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായിട്ടുള്ള കർമ്മം അത് ദോഷങ്ങൾ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാവുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുന്നത് ത്രിഗുണങ്ങൾക്ക് പ്രേരിതമായിട്ടാണ്. കാരണം എന്താണ്, ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാല് മായയിൽപ്പെടും. മായയിൽപ്പെട്ട നമ്മള് ത്രിഗുണങ്ങൾക്ക് അടിമകളാകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അതൊരിക്കലും പൂർണ്ണമാവില്ല. അത് തെറ്റും ശരിയും ഉണ്ടായിരിക്കും ആ പ്രവൃത്തികളിൽ. അപ്പം നമ്മള് കണ്ടു, ബ്രാഹ്മണരെ അവരവരുടെ ധർമ്മം ചെയ്യണം, ക്ഷത്രിയരെ അവരുടെ ധർമ്മം ചെയ്യണം. അങ്ങനെ ഓരോ വർണ്ണത്തിലും ആശ്രമങ്ങളിൽ പെട്ടവരെ അവരവരുടെ ധർമ്മം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് എന്ന്. അപ്പം ക്ഷത്രിയരെ ബ്രാഹ്മണരുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകുമോ? ഇല്ല. ക്ഷത്രിയർക്ക് ചിലപ്പോൾ ബ്രാഹ്മണർക്ക് ചിലപ്പോൾ ജന്തുഹിംസ ചെയ്യേണ്ടി വരും യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് മൃഗങ്ങളെ കൊല്ലേണ്ടി വരും. പക്ഷെ ആ യജ്ഞങ്ങളില് അവര് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് അവിടെ ഹിംസ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ആ മൃഗത്തിന് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മം കിട്ടുകയാണ് ചെയ്യുന്നത്. അതേസമയം ക്ഷത്രിയന് ഒരു മൃഗത്തെ വധിച്ചാലോ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുക, രക്ഷിക്കേണ്ടടുത്ത് രക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ മൃഗത്തിന് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മം കിട്ടുന്നില്ല. കാരണം ക്ഷത്രിയന്റെ ധർമ്മം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായാലും വർണ്ണാശ്രമ ധർമ്മത്തില് എല്ലാവരും അവനവന്റെ ധർമ്മങ്ങൾ ശരിയായ രീതിയിൽ നടത്താനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശ്രീല പ്രഭാകരൻ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ തീ ആണെങ്കിൽ പുകയില്ലാതെ നമുക്ക് തീ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പുക അഗ്നിയെ സ്പർശിക്കുന്നുണ്ടോ? ഇല്ല. തീ എപ്പോഴും ശുദ്ധമായിരിക്കും, വിശുദ്ധമായിരിക്കും അഗ്നി എന്ന് പറയുന്നത്. അപ്പം ആ അഗ്നിയെ മലിനമാക്കാനേ പുകയ്ക്ക് സാധിക്കില്ല. അപ്പോൾ ആ അഗ്നിയിൽ നിന്ന് പുകയെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, കർമ്മങ്ങള് നമ്മൾ ഭഗവാന് സമർപ്പിക്കുക. അപ്പൊ നമ്മളുടെ കർമ്മം എന്താകും? ശുദ്ധമായി തീരും. അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഈ യുഗത്തില് ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷത്രിയന് യുദ്ധം ചെയ്യുക. ഇവിടെ അർജുനൻ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ക്ഷത്രിയന് യോജിച്ചതല്ല. അതിന്റെ കാരണം എന്താണ് അർജുനൻ കണ്ടത്? കാരണം അർജുനൻ കരുതി ഞാന് ഒരു ബ്രാഹ്മണന്റെ ധർമ്മം നിർവഹിക്കുക, ക്ഷത്രിയന്റെ ധർമ്മം തെറ്റാണ് എന്നാണ് അർജുനൻ കരുതി വെച്ചിരിക്കുന്നത്. ബ്രാഹ്മണന്റെ ധർമ്മമാണ് ശരി, ബ്രാഹ്മണനെ ഹിംസ പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ധർമ്മം എന്നാണ് അർജുനൻ ധരിച്ചത്. അതുകൊണ്ടാണ് അർജുനന് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ ഭഗവാൻ പറയുകയാണ് ഇവിടെ, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ, തെറ്റോട് കൂടിയാണെങ്കിലും നമുക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങള് നമ്മൾ ചെയ്യണം. എന്നാലേ നമുക്ക് പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കുലത്തിലെ ഓരോ വർണ്ണത്തിൽ വന്ന് ജനിക്കുന്നത്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി.
ഇപ്പൊ ബ്രാഹ്മണർക്കാണെങ്കിൽ സാത്വികത കൂടിയിരിക്കും, അതുപോലെ ക്ഷത്രിയർക്ക് രജോ ഗുണം കൂടിയിരിക്കും, വൈശ്യർക്ക് രജോ ഗുണവും തമോ ഗുണവും മുന്നിട്ട് നിൽക്കും, ശൂദ്രർക്ക് തമോ ഗുണം. അപ്പം നമ്മൾ എല്ലാവരും ത്രിഗുണങ്ങളോടെയാണ് വരുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിൽ ഏത് ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വർണ്ണങ്ങളിലാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പം ഓരോ വർണ്ണത്തിൽപ്പെട്ടവരും അവരവരുടെ ധർമ്മങ്ങളെ ശരിയായ രീതിയിൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ മറ്റു വർണ്ണങ്ങളിൽപ്പെട്ടവരുടെ ധർമ്മങ്ങൾ ചെയ്യാനല്ല നോക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണതയുടെ തലത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ധ്യാന ശ്ലോകം ചൊല്ലാറുണ്ട് അല്ലെ? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുഗ്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ്മളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ എങ്ങനെയാണ് ഗുരു നീക്കം ചെയ്യുന്നത്? നമുക്ക് ജ്ഞാനമാകുന്ന വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിലെ അജ്ഞതയെ അല്ലെങ്കിൽ ഇരുട്ടിനെ നീക്കം ചെയ്യുന്നത്. അപ്പൊ അഗ്നി എന്താ ചെയ്യുന്നത്? അഗ്നി അന്ധകാരത്തെ അല്ലെങ്കിൽ അജ്ഞതയെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കർമ്മങ്ങളും ശുദ്ധമാകുകയാണ് ചെയ്യുന്നത്. അപ്പം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ നീങ്ങി നമ്മളുടെ ഹൃദയം ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. അഗ്നി പരിശുദ്ധമാണ് എങ്കിലും അതിന് പുകയുണ്ട്. പുക അഗ്നിയെ മലിനമാക്കുന്നുണ്ടോ? ഇല്ല. പുകയുണ്ടെങ്കിൽ കൂടി പഞ്ചഭൂതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വിശുദ്ധമാണ് അഗ്നി എന്ന് പറയുന്നത്. ഒരു ക്ഷത്രിയന് തൻ്റെതായ പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് ബ്രാഹ്മണന്റേതായ കർമ്മം സ്വീകരിക്കാമെന്ന് വെച്ചാല് ആ നിലയിലും മനസ്സിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ചെയ്യേണ്ടി വരില്ലെന്ന് ഉറപ്പില്ല. അവിടെ ചിലപ്പോൾ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ചില യജ്ഞങ്ങളിൽ ജന്തുഹിംസ ചെയ്യേണ്ടി വരും, ഇല്ലേ? ഇവിടെ ക്ഷത്രിയന് വധം പാടില്ല എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടാണ് ബ്രാഹ്മണന്റെ ധർമ്മം നിർവഹിക്കാൻ തയ്യാറാകുന്നത്. പക്ഷെ അവിടെയും ചിലപ്പോൾ ജന്തുഹിംസ വേണ്ടി വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഭൗതിക പ്രകൃതിയുടെ മാലിന്യത്തിൽ നിന്ന് തികച്ചു ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും സാധ്യമല്ലെന്ന നിഗമനത്തിലെത്താം. കാരണം എന്താണ്? ഇവിടെ ത്രിഗുണങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മളുടെ എന്ത് പ്രവൃത്തി ചെയ്താലും അതില് തെറ്റും ഉണ്ടാവാം, ശരിയും ഉണ്ടാവാം. ഒന്നും പരിപൂർണമായിട്ട് ശരിയാവില്ല ഇവിടെ. മഞ്ഞുകാലത്ത് തീയിൽ നിന്നൊരു കരിക്കട്ട എടുത്ത് നീക്കുമ്പോൾ കണ്ണിലും മൂക്കിലും പുക കടന്ന് വിഷമിപ്പിച്ചു എന്ന് വരാം. ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടായാലും തീ ആരെങ്കിലും ഉപയോഗിക്കും. നമ്മൾ അഗ്നി പല രൂപത്തിലാണ് നമ്മൾ അഗ്നി ഉപയോഗിക്കുന്നത്, ഇല്ലേ? നമ്മളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് അഗ്നി എന്ന് പറയുന്നത്. അപ്പം തീ ആരെങ്കിലും ഉപേക്ഷിക്കാറുണ്ടോ? പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരാം. പക്ഷെ എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും നമ്മളുടെ ധർമ്മം നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അന്യന്റെ ധർമ്മം നിർവഹിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്. മനുഷ്യന് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മത്തിന്റെ കാര്യത്തിലും ഇതാണ് ശരി. ചില ബുദ്ധിമുട്ടുകൾക്കിടയുണ്ടെങ്കിലും സ്വകർമ്മം തിരിച്ചുകൂടാ. കൃഷ്ണാവബോധത്തോടെ തന്റെ പ്രവൃത്തി കൊണ്ട് ഭഗവത് സേവനം ചെയ്യാൻ നിശ്ചയിക്കുകയാണ് വേണ്ടത്. അപ്പൊ എല്ലാ പ്രവൃത്തികളും കൃഷ്ണാവബോധത്തിൽ വന്ന് ഭഗവാന് സമർപ്പിച്ച് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ പ്രവൃത്തി കൊണ്ട് നമ്മൾ ശുദ്ധരാകാന് നമുക്ക് സാധിക്കും. അപ്പോൾ കൃഷ്ണാവബോധത്തോടെ തന്റെ പ്രവൃത്തി കൊണ്ട് ഭഗവത് സേവനം ചെയ്യാൻ നിശ്ചയിക്കുകയാണ് വേണ്ടത്. അതാണ് പരിപൂർണത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുക. കൃഷ്ണതുഷ്ടേ ജഗത്തുഷ്ടി. ഭഗവാൻ സന്തുഷ്ടനായാല് ജീവാത്മാക്കളും സന്തുഷ്ടരാണ്. അപ്പം ആ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രവൃത്തിയിലുള്ള തെറ്റുകളൊക്കെ നീങ്ങി ആ പരിപൂർണതയുടെ തലത്തിൽ എത്താന് നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നമുക്ക് വിശുദ്ധിയുടെ തലത്തിലും എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഭക്തിഭരിതമായ സേവനത്തോട് ബന്ധപ്പെട്ട കർമ്മഫലങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാല് അന്തരാത്മാവിനെ ദർശിക്കാൻ വേണ്ടുന്ന പരിപൂർണത ഒരാൾക്ക് ലഭിക്കും. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഭക്തിമാർഗത്തിൽ വന്ന ഭക്തിയുടെ സേവനം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മളുടെ ആ കർമ്മഫലത്തിലുള്ള ആസക്തി നമുക്ക് വരില്ല. കാരണം കൃഷ്ണാർപ്പണമായിട്ടാണ് അല്ലെങ്കിൽ കൃഷ്ണ കർമ്മമായിട്ടാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം നമ്മൾ ശുദ്ധരാവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ചേതന ശുദ്ധമാകും. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ കണ്ടന്റ്. അതായത് നമ്മളുടെ കർമ്മങ്ങൾ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ആ നമുക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക. അത് കഴിയുന്നത് ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനെന്ത് ചെയ്യണം? ഭഗവാന് പരിപൂർണമായിട്ട് ആ കർമ്മത്തെ സമർപ്പിക്കുക. അപ്പോൾ അതിലുള്ള മാലിന്യങ്ങളെല്ലാം നീങ്ങി
നമ്മളുടെ ചേതന ശുദ്ധമാകാന് നമുക്ക് സാധിക്കും. അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. സർവ വിഷയത്തിലും ആസക്തി ശൂന്യനായി മനസ്സിനെ നിയന്ത്രിച്ചവനായി ഭൗതികങ്ങളായ ആസക്തി ഇല്ലാത്ത സന്യാസം കൊണ്ട് പരമമായ നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നു. അപ്പം ആത്മവിവർത്തനം, ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗ പരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാന് കഴിയുന്നു. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദരെ ഭാവാർത്ഥത്തില് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. മമൈവാംശോ ജീവലോകെ. അതുകൊണ്ട് ഭഗവാന്റെ അംശം ആണ് നമ്മൾ ജീവാത്മാക്കൾ. അതുകൊണ്ട് കർമ്മഫലം അനുഭവിക്കാനുള്ള അവകാശം നമുക്കില്ല. കർമ്മഫലം ഭഗവാനെ വിട്ടുകൊടുക്കണമെന്ന് ക്ലിയർ ആയിട്ട് ശ്രീല പ്രഭുപാദര് പറയുന്നു. അത് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക. അതാണ് ത്യാഗമെന്ന് പറയുന്നത്. അപ്പം വർണ്ണാശ്രമധർമ്മം ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുന്നവനും അതിൽ കൂടി ഭഗവാനെ ആരാധിക്കുകയും അതിനോടൊപ്പം ഭക്തി പരിശീലിക്കുകയും ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടും. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ എന്താക്കി മാറ്റണം? കർമ്മയോഗമാക്കി മാറ്റണം. കർമ്മയോഗമാക്കി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കർമ്മഫലത്തിലുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാവും. ആ കർമ്മഫലത്തിലുള്ള ആസക്തിയെ നമ്മള് ഇല്ലാതാക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവാന് പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ ഉള്ളിലെ ഭൗതികമായിട്ടുള്ള വിരക്തി കൈവന്നു കഴിഞ്ഞാല് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടും. ആ തലത്തിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ നമ്മൾ ഭക്തി സേവനത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറെ കഴിയുമ്പോൾ ഭഗവാനെ കുറിച്ചുള്ള നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. അപ്പൊ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ വന്നിട്ട് ഭഗവാനെ കുറിച്ചുള്ള അതാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വർണ്ണാശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട. കാരണം അവരെല്ലാം എന്തു ചെയ്താലും ഭഗവാന് പരിപൂർണമായിട്ട് സമർപ്പിതരായിക്കൊണ്ടാണ് അവര് ചെയ്യുന്നത്. അതാണ് ഇവിടെ അസക്ത ബുദ്ധി സർവത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നിനോടും ആസക്തി ഇല്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിച്ചുകൊണ്ട്. അപ്പം ഈ ഭൗതിക ലോകത്തിൽ നമ്മളെല്ലാവരും ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, ഇല്ലേ? എന്ത് കാര്യത്തിന് നമ്മള് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുക. അപ്പൊ അതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ആ ആസക്തിയെ നമ്മൾ ഭഗവാനിലേക്ക് കൊണ്ടുവരണം. അപ്പം നിഷ്കാമ ഭാവത്തിൽ നമ്മൾ തുടരണം. അങ്ങനെ ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കണം. അങ്ങനെ വിരക്തി കൈവരിച്ചിട്ട്, അതാണ് വിഗത സ്പൃഹ പറയുന്നത്. ഭൗതികമായിട്ടുള്ള ആസക്തി ഇല്ലാതെ വിരക്തി കൈവരിച്ചിട്ട് ജിതാത്മ എന്ന് പറഞ്ഞാല് മനസ്സിനെ നിയന്ത്രിച്ചവനായിട്ട്, പിന്നെ യാതൊരു തരത്തിലുള്ള ഇച്ഛാദ്വേഷങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട്, അതായത് ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തനായിട്ട്, ഞാൻ എന്റേത് അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള മനോഭാവം കൂടാതെ യോഗാരൂഢനായിട്ട് സ്ഥിതി ചെയ്യണം. അതായത് യോഗാരൂഢത പറഞ്ഞാല് നമ്മൾ ഭക്തിയുദ്ധ സേവനത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുദ്ധ സേവനത്തിന്റെ പരിപൂർണതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആത്മാവിന്റെ സുഖത്തിൽ, അതായത് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവർക്കാണെങ്കിലോ അവർക്ക് വർണ്ണാശ്രമധർമ്മം പ്രത്യേകിച്ച് അനുഷ്ഠിക്കേണ്ട. കാരണം എപ്പോഴും അവര് ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാല് ഹരിദാസ് ഠാക്കുർ നാമജപം കൊണ്ട് മാത്രം പരിപൂർണതയുടെ തലത്തിൽ എത്തിയ വ്യക്തിയാണ്. പക്ഷെ നമ്മൾക്കത് സാധിക്കില്ല. നമ്മളൊക്കെ പതിതാത്മാക്കളാണ്. ഹരിദാസ് ഠാക്കുർ ആ തലത്തിലായിരുന്നു. അതുകൊണ്ട് തിരുനാമ ജപം മാത്രം മതി. പക്ഷെ നമ്മൾക്ക് പറ്റില്ല. നമ്മളൊക്കെ നമ്മളുടെ ഉള്ളില് പാപങ്ങൾ ധാരാളമുണ്ട്. നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത് കൽമഷം നിറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾക്ക് തിരുനാമ ജപത്തോടൊപ്പം എന്തും വേണം? ഭക്തിയുടെ സേവനം അനുഷ്ഠിക്കണം. അതുകൂടാതെ ശാസ്ത്രങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാന് സാധിക്കുകയുള്ളൂ. അപ്പം ശ്രവണ കീർത്തനത്തിനോടൊപ്പം നമ്മള് ഭക്തിയുടെ സേവനവും അനുഷ്ഠിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാനെ പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ഉള്ളില് ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കാനും സാധിക്കും. എങ്ങനെയാണ്? നമ്മളപ്പോ അവിടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും എന്താണ്? ഇത് ഞാനാണ് ചെയ്യുന്നത്, അപ്പൊ അത് എനിക്ക് കിട്ടണം എന്നുള്ളൊരു മനോഭാവമാണ്. അതിന്റെ ഫലം ഞാൻ അനുഭവിക്കണം. ഞാനാണ് കർത്താവ്, അഹം ഭോഗി, ഞാനാണ് അത് അനുഭവിക്കേണ്ടത്. ഈ മനോഭാവമാണ് നമുക്ക്.
അപ്പം നമ്മള് ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ സന്തുഷ്ടി മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുക. അപ്പം നമ്മളുടെ ഭൗതികമായിട്ടുള്ള യാതൊരു ആസക്തിയോ അല്ലെങ്കിൽ ഒരു ചിന്തകളും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ ശുദ്ധമാകുന്നു, നമുക്ക് ഭൗതികമായിട്ട് വിരക്തി കൈവരിക്കാന് നമുക്ക് സാധിക്കുന്നു. അതാണ് തത് സുഖത്വം. അതായത് കൃഷ്ണനെ സന്തോഷിപ്പിക്കാനായി ചെയ്യുക. ഭഗവാൻ സന്തുഷ്ടനായാല് നമുക്കും ആ ആനന്ദം അനുഭവിക്കാന് നമുക്കും സാധിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ആ തലത്തിലെത്തിയവർക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ, അവരെപ്പോഴും ആ പരിപൂർണതയുടെ തലത്തിലാണ്. അങ്ങനെയുള്ളവര് മുക്താത്മാക്കളാണ്. അവർ ആ തലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിതരായിട്ടാണ് അവര് കർമ്മങ്ങള് ചെയ്യുന്നത്. അപ്പം എല്ലാം ഭഗവാന്റേതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാം ആർക്കു വേണ്ടി ഉപയോഗിക്കും? ഭഗവാന് വേണ്ടി ഉപയോഗിക്കും. അപ്പം ഇവിടെ പറയുന്നുണ്ട്, താൻ പരമപുരുഷന്റെ ഒരു അംശം മാത്രമാണെന്നും തന്മൂലം സ്വകർമ്മ ഫലങ്ങൾ അനുഭവിക്കാനുള്ള അവകാശം തനിക്കില്ലെന്നും എപ്പോഴും ഓർക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള ത്യാഗം. ഇതൊന്നും നമ്മളുടേതല്ല, നമ്മൾ തന്നെ ഭഗവാന്റെ ഒരു അംശമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്കുള്ളതൊക്കെ നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയുള്ളവരാണ് ശരിയായിട്ടുള്ള പരിത്യാഗി എന്ന് പറയുന്നവര്. താൻ ഭഗവതംശമാകയാൽ തന്റെ കർമ്മങ്ങളുടെ ഫലം ആസ്വദിക്കേണ്ടത് ഭഗവാൻ തന്നെയാണ്. ഇതാണ് ശരിയായിട്ടുള്ള കൃഷ്ണാവബോധം. അപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മള് ഇത് ഭഗവാന്റേതാണ്, അത് ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളില് വരും. അപ്പൊ നമ്മൾ ഭക്തിയുടെ സേവനത്തില് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഭഗവാന്റെ അംശമാണ്. നമ്മളുടെ കടമ എന്താണ്? ഭഗവാന് സേവനം ചെയ്യുക. നമ്മൾ ഭഗവാന്റെ സേവകരാണ് എന്നുള്ള 3 കാര്യങ്ങൾ തിരിച്ചറിയാന് നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഇന്ദ്രിയ ആസ്വാദന ത്വര, അതിനുള്ള വാഞ്ച അല്ലെങ്കിൽ ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പരിപൂർണമായിട്ട് വിരക്തിയുടെ തലത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എത്തിച്ചേരും. അതാണ് ഭക്തിയോഗത്തിന്റെ പരിപൂർണത. ഇവിടെ അത് യോഗാരൂഢ സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മള് ഭക്തിയോഗികളാണ്. ഭക്തിയുടെ സേവനം പരിശീലിക്കുന്നവരാണ് നമ്മൾ. ആ ഭക്തിയുടെ സേവനത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് ഇതാണ്. അതായത് കൃഷ്ണകർമ്മ അർപ്പണം. നമ്മൾ എന്ത് ചെയ്താലും ഭഗവാന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക, ഭഗവാനെ ആനന്ദിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കും ആനന്ദം അനുഭവിക്കാന് നമുക്കും സാധിക്കും. അപ്പം ജ്ഞാനയോഗം പരിശീലിക്കുന്നവര് അവര് ഒരു തലത്തിൽ എത്തിക്കഴിയുമ്പോ, കാരണം ജ്ഞാനയോഗത്തിലും വിരക്തി വരുന്നുണ്ട്. ജ്ഞാനയോഗത്തിൽ അവര് നിഷ്കാമ കർമ്മയോഗം വരുന്നുണ്ട്. കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുക, കർമ്മഫലം ഭഗവാന് വിട്ടുകൊടുക്കും. അപ്പോൾ ആ ജ്ഞാനയോഗത്തിലും കർമ്മസന്യാസം, അതാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് പറഞ്ഞാല് കർമ്മസന്യാസമാണ്. അവിടെ ഫലത്തെ കുറിച്ചുള്ള ചിന്ത വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഭഗവത് ജ്ഞാനം കിട്ടാൻ അത് കാരണമാകുന്നു. അങ്ങനെ ആ വ്യക്തി എന്ത് ചെയ്യും? ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികള് അത് ഉപേക്ഷിക്കാൻ ആ വ്യക്തി ശ്രമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ അവിടെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നില്ല. അങ്ങനെയുള്ളവരാണ് പരിത്യാഗികൾ അല്ലെങ്കിൽ സന്യാസികൾ. അവര് ഒരിക്കലും ഭൗതികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നില്ല. ഭഗവാന് വേണ്ടിയുള്ള പ്രവൃത്തികളിലാണ് അവര് നിരന്തരം മുഴുകുന്നത്. അങ്ങനെ അവര് ദ്വന്ദ്ങ്ങളിൽ അവര് അകപ്പെടുന്നില്ല. അപ്പം നമ്മൾ ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമ്മളുടെ കർമ്മഫലം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അറിയുന്നില്ല. ഭഗവാന് സേവനം ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വേറൊരു ചിന്തയും വരുന്നില്ല. ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു മനോഭാവമാണ്. നമ്മൾ നാമം ജപിക്കുന്നു, ഭഗവാന് ഭോഗ് സമർപ്പിക്കുന്നു, മറ്റ് സേവനങ്ങൾ ചെയ്യുന്നു. അതോടെ നമ്മളുടെ കർമ്മഫലങ്ങളെല്ലാം നശിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കർമ്മയോഗികള്, ധ്യാനയോഗികള്, ജ്ഞാനയോഗികൾ, അഷ്ടാംഗ യോഗികൾ ഇവരൊക്കെ അവരുടെ ഹൃദയം ശുദ്ധമാവാൻ അവർക്ക് സ്വയം പരിശ്രമിക്കണം. പക്ഷെ കൃഷ്ണാവബോധത്തിൽ വന്ന ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഒരു പരിശ്രമത്തിന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഹൃദയത്തിലെ ആ പാപങ്ങളെല്ലാം അല്ലെങ്കിൽ കർമ്മഫലങ്ങളെല്ലാം നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് യോഗാരൂഢ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഭക്തിയുടെ സേവനത്തിന്റെ പരിപൂർണ തലം
എന്ന് പറയുന്നത്. അത് ശ്രീകൃഷ്ണ നാമാദി നഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയൻ സേവോന്മുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്ഫൂർത്തേഹ. അപ്പൊ നമ്മൾ സേവനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ നമ്മളുടെ ഉള്ള് ശുദ്ധമാകും. നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ യോഗയോ അല്ലെങ്കിൽ മറ്റ് ധ്യാനമോ ഇതൊന്നും പരിശീലിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി. ആ മനസ്ഥിതിയുള്ള ഒരാൾക്ക് തന്റെ പ്രവൃത്തികൾ പരമപുരുഷന് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള സംതൃപ്തി ഉള്ളതിനാൽ ഭൗതിക വസ്തുക്കളിൽ ആസക്തി ഉണ്ടാവാറില്ല. സന്യാസി എന്ന് പറഞ്ഞാല് പരിപൂർണമായിട്ട് ഭൗതികമായിട്ട് വിരക്തി കൈവരിച്ചവരാണ്. അവര് ഭഗവാന്റെ സംതൃപ്തി ഉദ്ദേശിച്ച് മാത്രമാണ് അവര് ചെയ്യുന്നത്. അപ്പം ഭഗവത് സേവനത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം മാത്രമാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ എല്ലാ തരത്തിലും അവര് മുക്തരാണ്, ജീവൻ മുക്ത ആത്മാക്കളാണ് സന്യാസി അല്ലെങ്കിൽ പരിത്യാഗി എന്ന് പറയുന്നത്. സന്യാസി എപ്പോഴും തന്റെ കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം. അപ്പൊ സന്യാസം അല്ലെങ്കിൽ സന്യാസി എന്ന് പറഞ്ഞാല് തന്റെ സ്വരൂപസ്ഥിതിയിൽ ഉറച്ചു നിൽക്കുന്ന ആളെന്നാണ് അർത്ഥം. അതായത് ഭഗവാന്റെ ഭക്തിയില് മുഴുകിയവരെന്നാണ് അർത്ഥം. കൃഷ്ണാവബോധമുള്ള വ്യക്തിയാകട്ടെ സന്യാസാശ്രമം സ്വീകരിക്കാതെ തന്നെ സ്വാഭാവികമായിട്ട് ഈ നിലയിൽ എത്തിച്ചേരുന്നു. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാല് നമ്മള് ഭഗവാന്റെ സന്തുഷ്ടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുക. അപ്പൊ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ സേവനം നമ്മളെ ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ അവസ്ഥയാണ്, ഈ മാനസിക സ്ഥിതിയെയാണ് എന്ത് പറയുന്നത്, യോഗാരൂഢത എന്ന് പറയുന്നത്. അപ്പം ഗൃഹസ്ഥാശ്രമികൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്യാസാശ്രമം സ്വീകരിക്കാതെ തന്നെ നമുക്ക് പരിപൂർണതയുടെ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം കൃഷ്ണാവബോധത്തിൽ വന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് കുറച്ച് മുന്നോട്ട് പോകും തോറും നമുക്ക് ഭൗതികമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള വിരക്തി കൈവരിച്ച് ഭഗവാന്റെ വേണ്ടി അല്ലെങ്കിൽ ഭഗവാന്റെ സന്തുഷ്ടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ അതാണ് ഭക്തിയുടെ സേവനത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. ഈ മാനസിക സ്ഥിതിയാണ് യോഗാരൂഢത എന്ന് വിളിക്കപ്പെടുന്നത്. യോഗത്തിന്റെ പരമകാഷ്ഠ യസ്ത്വാത്മരതിരേവസ്യാത് എന്ന ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ ഇതിനെ വിവരിക്കുന്നുണ്ട്. അതായത് സ്വയം ആത്മസംതൃപ്തനായവന് തന്റെ കർമ്മങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളെ പറ്റി ഭയപ്പെടേണ്ട. അതായത് ഭക്തിയിൽ നിന്ന് കിട്ടുന്ന ആനന്ദം അനുഭവിച്ചു തുടങ്ങിയാല് പിന്നീട് ആ വ്യക്തി വേറൊരു തരത്തിലുള്ള ആനന്ദം നേടാനായിട്ട് പരിശ്രമിക്കില്ല. അതായത് 3:17 ആ ശ്ലോകം. യസ്ത്വാത്മരതിരേവസ്യാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അതായത് നമ്മള് ഭൗതിക ലോകത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യണം. പക്ഷെ നമ്മളത് എങ്ങനെ ചെയ്യണം? ആസക്തി ഇല്ലാതെ അനാസക്തനായിട്ട് നമ്മൾ ചെയ്യണം. അതായത് ഭക്തിരസമൃദ്ധ സിന്ധുവിൽ പറയുന്നുണ്ട്, അനാസക്തസ്യ വിഷയാൻ. ഭൗതികമായിട്ടുള്ള അനാസക്തിയോടെ വേണം നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ. ഒന്നിനോട് നമ്മൾ മമത അല്ലെങ്കിൽ ആസക്തി വെച്ച് പുലർത്താനേ പാടില്ല. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അത് ഭഗവാനുമായിട്ട് അതിനെ എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്ത് വരും? വൈരാഗ്യം, അതായത് യുക്ത വൈരാഗ്യം നമ്മളുടെ ഉള്ളില് ഉറയ്ക്കും. അപ്പൊ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നിടത്തോളം നമുക്ക് എന്ത് കിട്ടിയാലും അതെല്ലാം ഭഗവാന്റെ സേവനത്തിനായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുക, അതിനായിട്ട് നമ്മൾ ഏർപ്പെടുക. എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കാൻ നമുക്കത് വളരെയധികം സഹായിക്കും. നമ്മളിപ്പോൾ മർക്കട വൈരാഗ്യങ്ങളാണ്. എന്താണ്? കുരങ്ങന്മാരെ കണ്ടാൽ നമുക്ക് തോന്നും അവര് പരിത്യാഗികളാണ് എന്ന്. ഇല്ല, അവര് വിരക്തി കൈവരിച്ചവരാണ് എന്ന് തോന്നിക്കും. പക്ഷെ ഇന്ദ്രിയാസ്വാദനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു വർഗമാണ് കുരങ്ങൻ എന്ന് പറയുന്നത്. സദാസമയവും ചഞ്ചല മനസ്കരാണ് അവര്. അപ്പൊ നമ്മളും അതേ അവസ്ഥയിലാണ്. നമ്മളുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് കാണുമ്പോൾ അതെല്ലാം നമുക്ക് വേണം, നമുക്കത് സ്വന്തമാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മളുടെ ഉള്ളില്. പിന്നെ നമ്മൾ അതിനായിട്ട് കഷ്ടപ്പെടുകയാണ്. നമ്മളുടെ സമയം മുഴുവൻ അതിന്റെ പിന്നാലെ നമ്മൾ ചിലവഴിക്കുകയാണ്. അത് നേടിക്കഴിഞ്ഞാലോ അത് മുഴുവൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇതിൽ നിന്ന് മാറി നമുക്ക് ഉള്ളതിനെ നമുക്കതും വേണം, കൂടാണ്ട് പറ്റില്ല. അതോടൊപ്പം നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് ഭക്തിയുടെ സേവനത്തിനായിക്കൊണ്ട് നമ്മൾ
അതിന്റെ നമുക്ക് കിട്ടുന്നതിന്റെ ഒരു ഭാഗം അതിനായിട്ട് ചെലവഴിച്ചുകൊണ്ട് പാരലായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കൂടുതൽ പ്രാധാന്യം കൃഷ്ണാവബോധത്തിന് കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പിന്നാക്കം പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിച്ച് പരിപൂർണതയുടെ തലത്തില് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ പരാ. ഹേ കൗന്ദേയ, സിദ്ധിയെ പ്രാപ്തനായവൻ യാതൊരു പ്രകാരം ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അപ്രകാരം എന്നിൽ നിന്നും സംക്ഷേപിച്ച് അറിയുക. യാതൊന്ന് ജ്ഞാനത്തിന്റെ പര്യായ നിഷ്ഠയാകുന്നു. അപ്പം ജ്ഞാനയോഗത്തിൽ കൂടി, ജ്ഞാനമാർഗത്തിൽ കൂടി എങ്ങനെ ബ്രഹ്മൻ റിയലൈസേഷൻ, ബ്രഹ്മസാക്ഷാത്കാരം സാധിക്കാമെന്ന് ഭഗവാൻ ഇവിടെ വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ നിലയിലെത്തിയവന് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ആത്യന്തിക ഉന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെ പറ്റി ഇനി സംക്ഷിപ്തമായിട്ട് പറയാം. എന്നിൽ നിന്ന് അതറിയുക. സ്വധർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അത് നമ്മൾ പറഞ്ഞു, നമ്മളുടെ കർമ്മം എന്തായിട്ട് ചെയ്യണം? കൃഷ്ണ കർമാർപ്പണമായിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരമപദത്തിന് എങ്ങനെ അർഹനാകാമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. കർമ്മഫലങ്ങളെ, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, കർമ്മഫലങ്ങളെ നമ്മൾ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണതയുടെ ആ തലത്തിലെ ബ്രഹ്മാവസ്ഥയെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രക്രിയ. തികഞ്ഞ കൃഷ്ണാവബോധം നേടുന്നതാണ് ജ്ഞാനത്തിന്റെ പരമകാഷ്ഠ. അപ്പം ജ്ഞാനയോഗത്തിൽ കൂടിയുള്ള ശുദ്ധീകരണം, അതേക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ. അത് വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ ഭഗവാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടു, കർമ്മയോഗത്തിൽ കൂടി നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർമ്മഫലത്തെ ഭഗവാന് സമർപ്പിക്കുക. അതായത് നിഷ്കാമ കർമ്മയോഗം പരിശീലിക്കണം എന്ന് നമ്മൾ കണ്ടു. കർമ്മഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കണം. വർണ്ണാശ്രമ ധർമ്മത്തിലും നമ്മൾ ഏർപ്പെടണം. നമ്മൾക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക, പക്ഷെ ഫലത്തിലുള്ള ആസക്തി ത്യജിക്കുക. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നു. അപ്പോൾ അവിടെ ദ്വന്ദ്വം ഉണ്ടായിരിക്കില്ല. ഞാൻ എന്റേത് അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള മനോഭാവം ഉണ്ടാവില്ല. ഇച്ഛാദ്വേഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാകും. അപ്പം സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് സന്യാസിക്ക് ബാധകമല്ല. കാരണം എല്ലാ തരത്തിലും, ഭൗതികമായിട്ട് എല്ലാ തരത്തിൽ നിന്നും അനാസക്തരായിട്ടാണ് സന്യാസിമാര് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഭൗതികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഭഗവത് ജ്ഞാനം കിട്ടും. അവര് ജ്ഞാനയോഗികളാണ്. അപ്പൊ അവർക്ക് ആ ജ്ഞാനയോഗത്തിൽ കൂടി ആ പരിപൂർണയുടെ തലത്തിലെത്താന് അവർക്ക് സാധിക്കും. അപ്പം അങ്ങനെ അവർക്ക് ആത്മീയമായിട്ട് പരിപൂർണമായിട്ട് ശുദ്ധരായിട്ട് ആത്മീയ തലത്തിൽ എത്തിച്ചേരാന് അവർക്ക് സാധിക്കും. അപ്പം ഇതാണ് ജ്ഞാനയോഗത്തിന്റെ തലം എന്ന് പറയുന്നത്. കർമ്മയോഗികളെ നിഷ്കാമ കർമ്മയോഗത്തിൽ കൂടി പരിപൂർണതയിലെത്താം. ജ്ഞാനയോഗികളെ ഭഗവത് ജ്ഞാനം, അത് അവിടെ നിഷ്കാമ കർമ്മയോഗം ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ജ്ഞാനം കിട്ടിയ ജ്ഞാനമാർഗത്തിൽ മുന്നോട്ട് പോയിട്ട് അവർക്ക് ബ്രഹ്മപദം പ്രാപിക്കാന് സാധിക്കും. ഭക്തിയോഗികൾക്കാണെങ്കിലും അത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് കർമ്മഫലത്തിൽ നിന്ന് മുക്തനാവുന്നത്? പരിപൂർണമായിട്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ച് ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഭക്തിയോഗിക്ക് ഭക്തിയുടെ സേവന പാതയിലൂടെ മുന്നോട്ട് പോയി സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരാന് സാധിക്കും. അപ്പം നമ്മളുടെ കടമ എന്താണ്? ഭഗവാനെ സേവനം ചെയ്യുക. അതാണ് നമ്മളുടെ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്. ജീവേര സ്വരൂപേര കൃഷ്ണേര നിത്യദാസ. ഭഗവാന് വേണ്ടി സേവനം ചെയ്ത് ഭൗതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനാസക്തിയോടെ നമ്മൾ സേവനത്തിൽ ഏർപ്പെടണം. അങ്ങനെ നമുക്ക് ശുദ്ധരാവാന് സാധിക്കും. അപ്പൊ ജ്ഞാനയോഗി ബ്രഹ്മനെ സാക്ഷാത്കരിക്കുന്നു, ഭക്തിയോഗി ഭഗവാനെ സാക്ഷാത്കരിക്കുന്നു. അപ്പൊ ജ്ഞാനയോഗിയുടെയും ഭക്തിയോഗിയുടെയും റിയലൈസേഷൻ എന്ന് പറയുന്നത് രണ്ടു തരത്തിലാണ്. അപ്പൊ ഭക്തിയോഗി പരിപൂർണ തലത്തില് ഭക്തിയുടെ സേവനം കൊണ്ട് എത്തിച്ചേരും. ജ്ഞാനയോഗിയോ ആ ബ്രഹ്മപദത്തെ പ്രാപിച്ചാലും അതിനപ്പുറത്തേക്ക് കടക്കണം, ഇല്ലേ? ആ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് വരണം. അപ്പൊ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കാന് സാധിക്കും. 51-ാമത്തെ ശ്ലോകം. ബുദ്ധിയാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച.
വിവിക്തസേവി ലഘ്വാശി യഥവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. അപ്പൊ ഇവിടെ കുറെ പോയിന്റ്സ് പറയുന്നുണ്ട്. ബുദ്ധിയാ വിശുദ്ധയായുക്തോ ധൃതി ആത്മാനം നിയമ്യച്ച ശബ്ദാദീൻ വിഷയം തെക്ത. ശബ്ദാദീൻ പറഞ്ഞാല് ശബ്ദം സ്പർശ രൂപരസ ഗന്ധം. അതായത് വിശുദ്ധമായ ബുദ്ധിയോടെ നിശ്ചയദാർഢ്യത്താൽ ആത്മാവിനെ അതില് നിയമിക്കുകയും ശബ്ദാദികളായ വിഷയങ്ങളെ ഉപേക്ഷിച്ചിട്ട് ത്യജിച്ചിട്ട് രാഗദ്വേഷങ്ങളെ അതായത് ദ്വന്ദ്വങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് വിവിക്ത സേവി ഏകാന്ത സ്ഥാനത്തെ വിശുദ്ധമായ ഏകാന്ത സ്ഥാനത്തെ ആശ്രയിച്ച് ലഘ്വാശി മിതഭോജിയായിട്ട് യഥാ വാക്കായ മാനസ വാക്കും ശരീരവും മനസ്സും സംയമിച്ച് നിത്യം സർവത എപ്പോഴും ധ്യാനയോഗ സമാധിയിൽ മുഴുകി വൈരാഗ്യത്തെ സമാശ്രയിച്ചവനായി മിഥ്യാഹങ്കാരത്തെയും ബലം ദർപ്പം അതായത് ഗർവത്തിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കാമക്രോധ ലോഭമോഹങ്ങളെ പരിത്യജിച്ചിട്ട് പരിഗ്രഹം കിട്ടുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് വിമുച്യ കിട്ടാത്തതിനെ ആഗ്രഹിക്കാതെ നിർമ്മമ മമതാരഹിതനായിട്ട് ഒന്നിനോടും ആസക്തി ഇല്ലാതെ പ്രശാന്തനായി തീർന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ബ്രഹ്മഭൂയായ കൽപ്പതയെ ആ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും ഭഗവാൻ നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതായത് ഈ ശ്ലോകത്തിലെ ആത്മാനുഭൂതിയെയാണ് വർണ്ണിക്കുന്നത്. ആത്മാനുഭൂതി എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ബുദ്ധിയാ വിശുദ്ധയാ യുക്തോ. അപ്പൊ നമ്മളുടെ ബുദ്ധിയെ വിശുദ്ധമാക്കണം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു നമ്മളെല്ലാം ത്രിഗുണങ്ങളാൽ ബന്ധിതരാണ്. നമ്മളുടെ ഉള്ളില് സത്വ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. അപ്പൊ തമോ ഗുണത്തിൽ നിന്ന് നമ്മൾ രജോ ഗുണത്തിലെത്തണം, രജോ ഗുണത്തിൽ നിന്ന് നമ്മൾ സത്വത്തിലെത്തണം. അവിടെ നിന്നും നമ്മള് ഉയരാന് നമ്മൾ ശ്രമിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ നമ്മളുടെ ബുദ്ധിയെ നമ്മൾ വിശുദ്ധ തലത്തിൽ എത്തിക്കണം. അപ്പം അതാണ് ബുദ്ധിയാ വിശുദ്ധയാ യുക്തോ. സാത്വികമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചിട്ട് നിശ്ചയദാർഢ്യത്തോടെ അതായത് ധൃതിയോടെ മനസ്സിന്റെ സമനില പാലിച്ചുകൊണ്ട് എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കുക. അതാണ് രാഗദ്വേഷങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ അടക്കി നിർത്തണം. ആ പ്രശാന്താത്മനായിട്ട് മനസ്സിന്റെ സമനില കൈവരിച്ചവനായിട്ട്. അതാണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ഭഗവാനിലേക്ക് എത്തിക്കുക. നമ്മൾ നാമം ജപിക്കാനിരുന്നാലും നമ്മൾ വായിക്കാനിരുന്നാലും സേവനം ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇല്ലേ? അർജുനൻ പറയുന്നത് പോലെ ചഞ്ചലം ഹി മനഃകൃഷ്ണ. നമ്മളുടെ മനസ്സ് ചഞ്ചലമാണ്, ഒരിടത്ത് നിൽക്കില്ല. പക്ഷെ നമ്മൾ നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് നമുക്ക് നമ്മളുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ മനസ്സിനെ നമ്മൾ അടക്കി നിർത്തിക്കൊണ്ട് രാഗദ്വേഷ വിദസ്യജ രാഗദ്വേഷങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് ഏകാന്തമായി വസിക്കുക എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കാട്ടിൽ പോയിരിക്കാനല്ല പറയുന്നത്, ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മനസ്സും ബുദ്ധിയൊക്കെ വേറൊന്നിലേക്ക് പോവില്ല. ഭക്തന്മാരെപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 10ാം അധ്യായത്തിൽ കണ്ടതാണ് അല്ലെ? 2 ഭക്തർ ഒരുമിച്ച് കൂടിയാൽ എന്താ ചെയ്യുക? ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങള് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് ശ്രവണ കീർത്തന മുഖേന ഭഗവാനെ കുറിച്ച് ശ്രവിച്ചും ഭഗവാനെ പ്രകീർത്തിച്ചിട്ടും ശ്രവണ കീർത്തനങ്ങളാല് അതായത് പിന്നെ ഭഗവാന്റെ പ്രസാദം ഭക്ഷിച്ചുകൊണ്ട് ലഘ്വാശി അതായത് തന്റെ മനസ്സിനെയും വാക്കിനെയും ഒക്കെ നിയന്ത്രിച്ച് ശരീരം കൊണ്ട് സേവനം ചെയ്ത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ധ്യാന വിഷയങ്ങളിൽ മുഴുകിക്കൊണ്ട് ധ്യാനയോഗ പരമനിത്യം ധ്യാന വിഷയങ്ങളിൽ മുഴുകിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് വൈരാഗ്യം വിരക്തി പരിശീലിച്ച് ശാരീര തലത്തിൽ നിന്ന് ഉയർന്ന ആത്മീയ തലത്തിൽ എത്തിച്ചേരാൻ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഉള്ളിലെ മിഥ്യാഹങ്കാരം ഉപേക്ഷിക്കണം. മിഥ്യാഹങ്കാരം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മുജ്ജന്മ വാസനകള് പ്രാരബ്ധങ്ങളൊക്കെ ഇല്ലാതായി തീരും. അങ്ങനെ
അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ആധ്യാത്മിക തലത്തിൽ, ആത്മീയ തലത്തില് എത്തിച്ചേരണം. ബലം ആത്മീയ തലത്തില് ഉറച്ചു നിൽക്കണം. അങ്ങനെ മിക്ക അഹങ്കാരങ്ങളും ഇല്ലാതെ ദേഹാത്മബുദ്ധി കൊണ്ട് നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച്, നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിക്കാതെ ആ ആത്മീയ അനുഭൂതി, ആത്മീയ തലത്തിൽ എത്തിച്ചേർന്നാല് അനുഭൂതി അനുഭവിക്കാനേ നമുക്ക് സാധിക്കും. അങ്ങനെ ആത്മീയ അനുഭൂതി അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇത് നേരത്തെ പഠിച്ചു. അതായത് എനിക്ക് തോന്നുന്നു അത് 8ാമത്തെ അധ്യായത്തിലാണ്, പരമപദ പ്രാപ്തിയില് നമ്മള് ആ ബ്രഹ്മത്തിന്റെ 8 ഗുണങ്ങളെ കുറിച്ച്, ആത്മാവിന്റെ 8 ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? അതായത് ജനന മരണങ്ങൾ ഇല്ലാതിരിക്കുക, ജരാനര ബാധിക്കാതിരിക്കുക, പിന്നെ വിശപ്പും ദാഹവും ഇല്ലാതിരിക്കുക, സത്യകാമൻ, സത്യസങ്കല്പൻ, പിന്നെ പാപരഹിതൻ. ഇങ്ങനെ 8 ഗുണങ്ങൾ നമ്മളൊന്ന് പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. അങ്ങനെ നമ്മള് ബ്രഹ്മഭൂതാവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അതിനിവിടെ ശ്രീല പ്രഭുപാദൻ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. നോക്കൂവിടെ, തന്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയനായി മനസ്സിനെ നിയന്ത്രിച്ചും ഭോഗവിഷയങ്ങളെ ത്യജിച്ചും രാഗദ്വേഷങ്ങൾ തീണ്ടാതെയും വിജനസ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നേ ചുരുക്കി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ കീഴടക്കി. നമ്മൾ ഉപദേശാമൃതത്തിൽ പഠിച്ചതാണ് ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന 6 കാര്യങ്ങള് ഇല്ലേ? ഭക്തിയുടെ പുരോഗതിയെ സഹായിക്കുന്നതും പഠിച്ചു നമ്മള്. ഭക്തിക്ക് തടസ്സം നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഉപദേശാമൃതത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? അത്യാഹാര പ്രയാസ പ്രജൽപോ നിയമാഗ്രഹ ജനസംഘശ്ച ലൗല്യം ച ഷഡ്ഭിർഭക്തിർ വിനശ്യതി. അതായത് അത്യാഹാരം, അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താ വരിക? ആലസ്യം വരും, മടി വരും. അപ്പൊ എന്താ? ഉറക്കം വരും. എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയാവും നമ്മളുടെ ഉള്ളിൽ. അതുപോലെ നമ്മൾ അമിതമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. പിന്നെ അവിടെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? വിശ്രമിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക ഇല്ലേ? പിന്നെ ജനസംഘം എന്ന് പറഞ്ഞാൽ അഭക്തരുമായിട്ട് കൂട്ടുകൂടിയാലും നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള വാസന നമ്മളുടെ ഉള്ളിൽ കുറയുകയാണ് ചെയ്യുന്നത്. ലൗല്യം എന്ന് പറഞ്ഞാല് അത്യാഗ്രഹങ്ങള്, നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതും ഭക്തിയെ നശിപ്പിക്കുന്നതാണ്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്നതാണ്. അപ്പൊ ഇവയെല്ലാം കീഴടക്കിയിട്ട് മനസാ വാച കർമ്മണ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട്, അതായത് കീഴടക്കി ധ്യാനയോഗം അനുഷ്ഠിക്കുന്ന, തന്റെ ഉള്ളിൽ എപ്പോഴും ഭഗവത് സ്മരണം നിലനിർത്തുക എന്നാണ് ഇവിടെ ധ്യാനയോഗം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവത് സ്മരണം നിലനിർത്തുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഭൗതികമായിട്ട് ഉള്ള വിരക്തി കൈവരിച്ച് മിഥ്യ അഹങ്കാരം, ബലത്തെക്കുറിച്ചുള്ള മതം, മിഥ്യ അഭിമാനം, കാമം, ക്രോധം, ഭൗതിക ദ്രവ്യങ്ങളിൽ ആഗ്രഹം, ഭൗതിക വിഷയങ്ങളിലുള്ള താല്പര്യങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ദോഷങ്ങൾ ഒഴിഞ്ഞ് തെറ്റായ അധീശത്വം ബോധമില്ലാതെയും, അതായത് ഇതെല്ലാം എന്റേതാണ്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, കർത്താവ് ഭോക്താവ് അല്ലെങ്കിൽ നിയന്താവ് ഞാനാണ് എന്നുള്ള ആ ഒരു ബോധം ഇല്ലാതെയും ശാന്തനായി തീർന്നിട്ട്, പ്രശാന്തനായിട്ട്, അതായത് മനസ്സിന്റെ സമനില കൈവരിച്ചതിനായിട്ട്, അങ്ങനെ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ അതിന് വിശുദ്ധ ബുദ്ധിമാനാകുന്ന വ്യക്തി സാത്വികനായിരിക്കും. അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മള് സാത്വിക തലത്തിൽ എത്തിച്ചേരാന് നമ്മൾ പരിശ്രമിക്കണം. നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ആ രാഗദ്വേഷങ്ങളെ എല്ലാം അകറ്റി നിർത്തി എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിച്ച് നടന്നില്ല എങ്കിൽ നമ്മൾ അപ്പം ക്ഷോഭിക്കും ഇല്ലേ? അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഏതവസ്ഥയിലും മനസ്സിന്റെ സമനില ആ സമനില അവസ്ഥ പാലിച്ചു കൊണ്ടുപോകാനും നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടിയെടുക്കാന് നമുക്ക് സാധിക്കും. അതുപോലെ എപ്പോഴും ധ്യാനനിരതനാവുക എന്ന് പറഞ്ഞാല് ഭഗവാനെ ധ്യാനിച്ചിരിക്കാനല്ല, ഭഗവത് സ്മരണം നിലനിർത്താന് നമ്മൾ അതിലുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടണം. ഭോഗവിഷയങ്ങളിൽ ആസക്തനാവില്ല അയാളുടെ പ്രവൃത്തികൾ, രാഗദ്വേഷരഹിതങ്ങളായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളില് ഇന്ദ്രിയാസ്വാദന ത്വര കുറഞ്ഞു വരും. നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ രാഗദ്വേഷങ്ങളിൽ നിന്ന് മുക്തമായിരിക്കും. അങ്ങനെ വിരക്തി കൈവരിച്ചാല് മനുഷ്യൻ വിജന പ്രദേശത്ത് താമസിക്കാനേ ഇഷ്ടപ്പെടുകയുള്ളൂ. എന്ന് വെച്ചാല് കാട്ടിൽ പോയി ഒളിച്ചോടി താമസിക്കാനല്ല,
അഭക്തരുമായിട്ട് കൂട്ടുകൂടാനും നമ്മൾ ഇഷ്ടപ്പെടില്ല. എപ്പോഴും ഭക്തന്മാരുടെ സംഘത്തിൽ വസിക്കാന് നമ്മൾ ആഗ്രഹിക്കും. ആവശ്യത്തിലധികം ഭക്ഷിക്കുകയില്ല. മാനസികവും ശാരീരികവുമായിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ നിയന്ത്രിക്കും. നമ്മളുടെ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളെയും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ സമയവും നമ്മളുടെ ഊർജവും ഭഗവാന് വേണ്ടി ചെലവഴിക്കാന് നമ്മൾ ആഗ്രഹിക്കും. ഈ ശരീരമാണ് താൻ എന്ന് കരുതാത്ത അയാൾക്ക് മിഥ്യാഹങ്കാരം ഉണ്ടാവാൻ വയ്യ. അങ്ങനെ നമ്മൾ ഈ ഗുണങ്ങളിലെല്ലാം നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം ഞാനാണ്, എല്ലാം എന്റേതാണ്, ഇതെല്ലാം അനുഭവിക്കേണ്ടത് ഞാനാണ് എന്നുള്ളൊരു അഹങ്കാരം നമ്മളുടെ ഉള്ളിൽ വരില്ല. ഒട്ടേറെ പദാർത്ഥങ്ങൾ വാരിച്ചെലുത്തി ദേഹത്തിന് പുഷ്ടിയും കരുത്തും ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കില്ല. അമിതമായിട്ടുള്ള ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാവില്ല. ജീവിതം ശാരീരികമെന്ന തെറ്റിദ്ധാരണ ഇല്ലാത്തത് കൊണ്ട് ദുരഭിമാനം ഉണ്ടാവില്ല. തനിക്ക് ഭഗവത് കരുണയാൽ കിട്ടുന്നവ കൊണ്ട് സംതൃപ്തനാണ് അയാൾ. എന്ത് നമുക്കുണ്ടോ അതുകൊണ്ട് സംതൃപ്തിപ്പെട്ട ഉള്ളത് കൊണ്ട് ജീവിക്കുക. അതും ഭഗവാന് വേണ്ടി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ചിന്തയോടെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് ജീവിക്കാനാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ ആഗ്രഹിക്കുക. വിഷയസുഖങ്ങൾ കിട്ടാതെ വന്നാൽ കോപിക്കുന്ന സ്വഭാവമല്ല അയാൾക്കുള്ളത്. നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷുഭിതരാകും. പക്ഷെ ഈ ആത്മസംയമനം കൈവരിച്ച വ്യക്തിയെ ഒരിക്കലും ഇതൊന്നും ബാധിക്കുകയില്ല. എപ്പോഴും പ്രശാന്ത മനസ്കനായിട്ട് ഭഗവാന്റെ സേവനത്തില് നിരന്തരം ഭഗവത് സ്മരണയുടെ ശാന്തചിത്തനായിട്ട് മനസ്സിനെ നിയന്ത്രിച്ചവനായിട്ട് കഴിച്ചുകൂട്ടാൻ ആ വ്യക്തിക്ക് സാധിക്കും. അയാൾ ഇന്ദ്രിയ വിഷയങ്ങൾ നേടാൻ വേണ്ടി പ്രവർത്തിക്കുകയില്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അമിതമായിട്ട് അധ്വാനിക്കും. തന്റെ കുടുംബത്തെ പോറ്റണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അധ്വാനിക്കുമെന്നുള്ള അല്ലാതെ കൂടുതൽ സമയം അതിനായിട്ട് ചിലവഴിക്കില്ല. ഇന്ദ്രിയ വിഷയങ്ങൾ നേടാൻ വേണ്ടി പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെ അഹംഭാവമുക്തനായ അയാൾക്ക് ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി തീരെ നശിക്കും. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിൽ ഈ ഗുണങ്ങളെല്ലാം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഉള്ളിൽ അഹംഭാവങ്ങളൊക്കെ ഇല്ലാതായി പോകും. മിഥ്യാഹങ്കാരം നശിക്കും. നമ്മൾക്ക് മനസ്സിലാകും ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. എല്ലാം ഭഗവാന് വേണ്ടി വിനിയോഗിക്കണം. നമ്മൾ ഭഗവാന്റെ സേവകര് മാത്രമാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാവും. അങ്ങനെ ഭൗതിക വസ്തുക്കളിലുള്ള ആസക്തി ഉപേക്ഷിക്കാന് നമുക്ക് സാധിക്കും. അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അതാണ് ബ്രഹ്മഭൂതാവസ്ഥ എന്ന് പറയുന്നത്. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാല് എന്തൊക്കെ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നാലും നമ്മൾ ഒരിക്കലും ക്ഷോഭിക്കില്ല. അതില് കുടുങ്ങിക്കിടക്കില്ല. ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പത്തിൽ നിന്ന് വിമുക്തനായ മനുഷ്യർക്ക് എന്ത് കിട്ടും? ആ നിത്യശാന്തി അനുഭവിക്കാൻ അല്ലെങ്കിൽ നിത്യമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാന് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളവരൊരിക്കലും അസ്വസ്ഥരാവില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇത് നല്ലൊരു ഉദാഹരണം ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ആപൂര്യമാണ് മച്ചല പ്രതിഷ്ഠ സമുദ്രമാപം പ്രവിശന്തി തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തി മാപ്നോതിന കാമകാമി. 2:70 പറയുന്ന ശ്ലോകമാണ്. അതായത് സമുദ്രം എപ്പോഴും നിറഞ്ഞാണ് കിടക്കുന്നത്, ഇല്ലേ? അതിൽ ജലക്ഷാമം വരാറുണ്ടോ? ഇല്ല. എത്ര നദികളാണ് ഒഴുകി സമുദ്രത്തിൽ പതിക്കുന്നത്, പക്ഷെ സമുദ്രം പ്രക്ഷുബ്ധമാകാറുണ്ടോ? ഇല്ല. ആ ഒരേ തലത്തിൽ ആ സമുദ്രം ഇങ്ങനെ തിരമാല അടിച്ച് അതിങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടേയിരിക്കുക ചെയ്യുന്നത്. അപ്പം ആ സമുദ്രത്തിന് ഒരിക്കലും ഉൾക്ഷോഭം ഉണ്ടാകുന്നില്ല. എത്രയൊക്കെ വെള്ളം അതിൽ വന്ന് പതിച്ചാലും സമുദ്രം ക്ഷോഭിക്കുന്നതേ ഇല്ല. അപ്പൊ അതുപോലെ മുക്താത്മാക്കളും അതേ തലത്തിലാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നാലും ഏതെല്ലാം പ്രതിസന്ധികളിൽ പെട്ടാലും അവര് തളർന്നു പോകുന്നില്ല. അവര് പ്രശാന്താത്മനായിട്ട് അവര് ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊന്നും അവരെ ഒരു തരത്തിലും ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും പെട്ടവരെ ഉഴറാറില്ല. നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാറുമില്ല അവര്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എന്ത് കിട്ടുന്നത്? ആ നിത്യാനന്ദം അല്ലെങ്കിൽ അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കാൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മെ പോലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും ചെലവഴിച്ച് അതിലും ഒഴുകിയിരിക്കുന്നവർക്ക് ഒരിക്കലും ഈ ആനന്ദം, നിത്യാനന്ദം അനുഭവിക്കാന് സാധിക്കില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ആ കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കണം. അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട്
നമ്മളും ഈ നിത്യാനന്ദം അനുഭവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അതിനായിട്ട് നമ്മൾ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്? ബ്രഹ്മഭൂത സ്റ്റേജിൽ എത്തിയവരെന്ന് പറയുന്നത്. ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇതാണ് അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ ശ്ലോകം. ബ്രഹ്മഭൂത പ്രസന്നാത്മാ, അങ്ങനെ ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിയ ഒരു ആത്മാവ് എപ്പോഴും സന്തോഷവാനായിരിക്കും. ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാവില്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക്. ന ശോചതീന കാംക്ഷതി, ഒന്നിനെ കുറിച്ചും ദുഃഖിക്കത്തുമില്ല, ഒരാഗ്രഹങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. അത് തന്നെയുമല്ല സമസർവേഷു ഭൂതേഷു, എല്ലാവരെയും തുല്യ നിലയിൽ കാണാനും എല്ലാവരോടും ഒരുപോലെ പെരുമാറാനും ആ വ്യക്തിക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് മദ്ഭക്തി ലഭതേ പരാം, എന്റെ ഭക്തി അവർക്ക് സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ബ്രഹ്മഭൂതനായി പ്രസന്നാത്മാവായിട്ട് അങ്ങനെയുള്ള വ്യക്തി ഒരു തരത്തിലും ശോചിക്കുന്നില്ല, ന കാംക്ഷതി, കാക്ഷിക്കുന്നില്ല. സർവഭൂതങ്ങളിലും സമനായവന്, തുല്യനായവന് പരമമായ എന്റെ ഭക്തിയുടെ സേവനത്തെ ലഭിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം ഈ ആധ്യാത്മിക അവസ്ഥയിൽ എത്തിച്ചേരാൻ നമ്മൾ നന്നേ പരിശ്രമിക്കണം. അത്ര പെട്ടെന്നൊന്നും ഈ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. പക്ഷെ എത്തിച്ചേർന്നാലോ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ എന്നെന്നും നമുക്ക് സാധിക്കും. അങ്ങനെ എത്തിച്ചേർന്നവരെ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ദുഃഖങ്ങളില്ല, ആഗ്രഹങ്ങളില്ല. എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ കാണാൻ, എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യത്തെ തിരിച്ചറിയാൻ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാധിക്കും. എല്ലാവരോടും ഒരേപോലെ പെരുമാറും. ആ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ ആ ഭഗവാന്റെ സേവനത്തില് മുഴുകുകയും ചെയ്യും. പരമസത്തയോടുള്ള ഏകീഭാവമായ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തുക എന്നതാണ് വ്യക്തിശൂന്യവാദിയെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ടുള്ളത്. വ്യക്തിഗതവാദിയും ശുദ്ധഭക്തനുമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധഭക്തിയുടെ സേവനത്തിൽ മുഴുകാൻ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. അതായത് ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നവര് അതെല്ലാം വിട്ടിട്ട് എന്തു വേണം? ഭഗവാൻ വ്യക്തിയാണ്, ആത്മാ രാമനാണ്, ആത്മീയ രൂപമാണ്, ആധ്യാത്മിക രൂപമാണ്, സച്ചിദാനന്ദ രൂപമാണ് ഭഗവാന്റേത് എന്ന് മനസ്സിലാക്കി ആ ഭഗവാനെ സേവനം ചെയ്യുന്ന തലത്തില്, അതായത് കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനം ചെയ്യണം. എങ്കിലേ ആ ആനന്ദം അനുഭവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ ഇതിലേക്ക് വരണം. അതാണ് ഇവിടെ ഇത്രയും ദൂരം സഞ്ചരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരതെല്ലാം വിട്ടിട്ട് ആ ഭക്തിയുടെ സേവന പാതയിൽ വരണം. ഭഗവത് സേവന കർമ്മത്തിൽ ഏർപ്പെടുന്നവൻ മുൻപ് തന്നെ മുക്തിപദം എന്ന ബ്രഹ്മഭൂതാവസ്ഥ, അതായത് പരമസത്തയോടുള്ള ഏകീഭാവം പ്രാപിച്ചിരിക്കുമെന്നർത്ഥം. അത് നമ്മൾ നേരത്തെയും മനസ്സിലാക്കിയിട്ടുണ്ട്. കൃഷ്ണാവബോധത്തിൽ വന്ന് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നവരെ ആ തലത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്, ബ്രഹ്മഭൂതാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. പരമസത്യവുമായിട്ട് ഐക്യം പ്രാപിക്കാതെ ഒരാൾക്കും അവിടുത്തെ സേവിക്കാനാവില്ല. ഭഗവാന് രൂപമില്ല എന്നല്ല, ഭഗവാന് രൂപമുണ്ട്. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ ഭഗവാനാണ് നമ്മളുടെ എല്ലാം നിയന്താവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടണം. നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണ്. നിരപേക്ഷ സങ്കല്പത്തിൽ സേവ്യ സേവക ഭേദം ഇല്ലാതാകുന്നുണ്ട്. ഭഗവാന് രൂപമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരനെ അവര് കണക്കാക്കുന്നില്ല. ഈശ്വരനുണ്ട്, നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നവര് അവിടെ കണക്കാക്കുന്നില്ല. അവര് തന്നെയാണ് നിയന്താവ്, അവര് തന്നെയാണ് ഭോക്താവ്. ഞാനും ഈശ്വരൻ, നീയും ഈശ്വരൻ, ഞാനും നാരായണൻ, നീയും നാരായണൻ. അവിടെ സേവ്യ സേവക മനോഭാവം വരുന്നില്ല. അവിടെ എല്ലാവരും ഈശ്വരന്മാരാണ്. അപ്പൊ കാണുമ്പോ അവരെന്താ പറയുക? അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇതൊക്കെ അർത്ഥം വെക്കുന്നത് ഇതിനെയാണ്. മരണശേഷം നമ്മളെല്ലാം നാരായണനായിട്ട് മാറും. അതൊരിക്കലുമില്ല, ഇല്ലേ? മഹാപ്രഭു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? അചിന്ത്യ ഭേദ തത്വം. നമ്മള് ഭഗവാനോട് ഗുണത്തിൽ തുല്യമാണ്, പക്ഷെ എണ്ണത്തിൽ വ്യത്യസ്തമാണ്. വി ആർ ക്വാളിറ്റേറ്റീവ്ലി വൺ ബട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ്. അപ്പം നമ്മൾ ഒരിക്കലും ഭഗവാന് തുല്യമാവുന്നില്ല, ഒരിക്കലും ആവില്ല നമ്മൾ. അപ്പം സേവ്യ സേവക ഭേദം, നമ്മളൊക്കെ ഭഗവാനെ സേവിക്കണം, അതാണ് നമ്മളുടെ കടമ. ഇല്ല, ജീവേര സ്വരൂപേര നിത്യേര കൃഷ്ണദാസ. ഭഗവാനാണ് സേവിക്കപ്പെടേണ്ടവൻ, ഭഗവാനെയാണ് നമ്മൾ സേവനം ചെയ്യേണ്ടത്. അപ്പം
എങ്കിലും ഉന്നതമായ ആധ്യാത്മിക പരീക്ഷണത്തിലെ വ്യത്യാസം നിലനിൽക്കുന്നതായിട്ട് കാണാം. ഇതേക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ.